അൻസിബ ഹസന്റെ ആരോപണത്തിൽ അമ്മയിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അംഗങ്ങൾക്കുള്ള നേത്രപരിശോധനാ ക്യാമ്പ് നടക്കുന്നതിനാൽ അംഗങ്ങൾ ഓഫീസിലുണ്ട്. റാംഷാ CP വിവരങ്ങൾ നൽകും. റാംഷാ, അതീവ ഗൗരവമായ പ്രതികരണങ്ങൾ, അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട്. ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? നമുക്കറിയേണ്ടത് യോഗശേഷം ടിനി ടോമിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമോ? ഷിഹാസ്, ഈ ആരോപണം റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തു വന്നതിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയ ഉടനെ ടിനി ടോമിനെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷം പ്രതികരിക്കാം എന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു നേത്രപരിശോധന ക്യാമ്പ്, അംഗങ്ങൾക്കുള്ളൊരു നേത്രപരിശോധന ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്, രാവിലെ മുതൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. അവരുടെ ഒരു കൂടിയാലോചന ഇപ്പോൾ ഈ ഓഫീസിനകത്ത് നടക്കുകയാണ്. അതിനുശേഷം പ്രതികരിക്കാം എന്നതാണ് ടിനി ടോം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതല്ലാതെ ഈ ആരോപണങ്ങൾ തള്ളുകയോ മറ്റൊരു നിലയിലും ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ടിനി ടോം തയ്യാറായിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജിവെച്ച അൻസിബ ഹസൻ, ഗുരുതരമായ ആരോപണമാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. തന്നെ ഒരു ജിഹാദിയാക്കി ചിത്രീകരിക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തി. ടിനി ടോമിന്റെ ഡ്രൈവറെ മതം മാറ്റാൻ താൻ ശ്രമിച്ചു എന്ന നിലയിൽ വലിയ പ്രചരണങ്ങൾ ടിനി ടോം നടത്തി. അത്തരത്തിൽ പല ആളുകളോടും ടിനി ടോം ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന നിലയിൽ അത് തനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി എന്നതാണ് അൻസിബ ഹസൻ അല്പം മുമ്പ് റിപ്പോർട്ടർ ടിവിയിലൂടെ വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയെ മോശപ്പെടുത്താൻ ഏറ്റവും എളുപ്പ വഴി എന്നത് അവളുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുക എന്നതാണ്. ആ നിലയിൽ തനിക്ക് തന്നെയും മറ്റു പലരെയും ചേർത്തുകൊണ്ടുള്ള അവിഹിത കഥകൾ പലരോടും ടിനി ടോം പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത് നീന കുറുപ്പ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അൻസിബ ഹസൻ അല്പം മുമ്പ് നമ്മളോട് വെളിപ്പെടുത്തിയത്. ആ നിലയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ ഉയർത്തിയത്. തന്റെ ഒരു മാനസിക നില തന്നെ തെറ്റുന്ന നിലയിലേക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജിവെച്ചത്. ഇനി ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത നിലയിൽ തന്റെ മാനസികമായ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന നിലയിലാണ് അമ്മയിലെ തന്റെ പ്രവർത്തന കാലയളവിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് താൻ രാജിവെച്ചത്. രാജിവെക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചത് എങ്കിൽ കൂടിയും പിന്നീട് കുക്കു പരമേശ്വരൻ, അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു, കുക്കു പരമേശ്വരനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശേഷം സേതാമേനോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പരാതിയും നൽകിയിട്ടുണ്ട്. ഇതിലെന്ത് നടപടി ഉണ്ടാകും എന്നത് കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അമ്മയുടെ അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗമാണ് മുകളിൽ ചേരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യോഗശേഷം ടിനി ടോമിന്റെ പ്രതികരണം ഉറപ്പായും ഉണ്ടാവണം. കാരണം അത്രയേറെ ഗൗരവമുള്ള പരാതിയാണ്. തന്നെ കുറിച്ച് അപവാദ പ്രചരണം നടത്തി, വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തി, ജിഹാദി എന്ന് വിളിച്ചു, കഴിയാവുന്നത്ര ഉപദ്രവിച്ചു. ഇപ്പോഴും പുറത്ത് ഈ ഒരു പരാതി പറയുമ്പോൾ തനിക്ക് ഭയമാണ്. തന്നെ എന്തെങ്കിലും ചെയ്യുമോ, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇനിയും തനിക്ക് ഉണ്ടാകുമോ, ഈ ട്രോമ തനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. അൻസിബ ഹസൻ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയത്. പ്രേക്ഷകർ എല്ലാവരും അത് കേട്ടതുമാണ്.